മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശത്തിലാണ് കൊല്ലം ജില്ലയിലെ മലയോര മേഖലയായ പുനലൂർ നഗരസഭ. ഇടതിന് മേൽക്കൈയുള്ള പുനലൂർ നഗരസഭയിൽ CPM കൂടുതലും പുതുമുഖങ്ങളെയാണ് ഇത്തവണ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് ആവട്ടെ പരിചയസമ്പന്നരായ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയത്. BJP ഇത്തവണ നഗരസഭയിലെ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുന്നുമുണ്ട്. ഏറെ ചർച്ചകൾക്കൊടുവിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയാണ് LDFും UDFും പുനലൂർ നഗരസഭയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 36 വാർഡുകളിൽ CPM 21 സീറ്റുകളിൽ മത്സരിക്കും. CPI 11, കേരള കോൺഗ്രസ് B 2, കേരള കോൺഗ്രസ് M 1, NCP 1 എന്നിങ്ങനെയാണ് മത്സരചിത്രം. തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും പിന്തുണ ഉറപ്പുവരുത്തിയാണ് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കാലങ്ങളായി തുടരുന്ന നഗരസഭയുടെ ഭരണം ഇത്തവണയും ഇടതുപക്ഷത്തിന് ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. ജനകീയ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതായി ഇടതുപക്ഷം അവകാശപ്പെടുന്നു. നല്ല മത്സരമായിരിക്കും. പക്ഷേ ഈ പുനലൂർ നഗരസഭയിലെ ജനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭാ കൗൺസിലിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 30-ൽ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുനലൂർ നഗരസഭയിൽ വീണ്ടും അധികാരത്തിൽ വരും. UDFിൽ കോൺഗ്രസ് 32 സീറ്റിൽ മത്സരിക്കും. RSPക്ക് 2, കേരള കോൺഗ്രസ് ജോസഫ്, മുസ്ലിം ലീഗ് എന്നിവർക്ക് ഓരോ സീറ്റും നൽകിക്കൊണ്ടാണ് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഇടതുപക്ഷം അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കാലങ്ങളായി നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പദ്ധതികൾ മാത്രമാണ് ഇത്തവണയും ഇടതിന്റെ വികസന നേട്ടമെന്ന് കോൺഗ്രസും കുറ്റപ്പെടുത്തുന്നു. പട്ടണത്തിലുള്ള ജനങ്ങൾ മുഴുവൻ പൊറുതിമുട്ടുന്ന ഒരവസ്ഥയിൽ നഗരഭരണം ഇനി ഇടതുപക്ഷത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. പട്ടണത്തിലുള്ള മുഴുവൻ ജനാവലിയും 52,000-ലധികം വരുന്ന ജനങ്ങളും ഇടതുപക്ഷത്തിന്റെ ഭരണം ഇവിടെ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. പുനലൂർ നഗരസഭയിൽ BJP ഇത്തവണ 6 വാർഡുകളിലും മത്സരിക്കും. പ്രചാരണത്തിനപ്പുറം സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാനായില്ലെങ്കിലും BJP ഇത്തവണ അക്കൗണ്ട് തുറക്കും എന്ന ആത്മവിശ്വാസത്തിലാണ്. തമിഴ്നാട്ടിലെ തെങ്കാശിയുമായി അതിർത്തി പങ്കിടുന്ന പുനലൂരിൽ DMKയുടെ 11 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചാണ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ DMK സജീവമാകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.